സ്പൈസി ടെയിലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെജിറ്റേറിയൻ ഡിഷാണ് കാണിക്കുന്നത്. പനീർ ബട്ടർ മസാലയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് പനീർ. അപ്പോൾ ഇതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇനി 2 വലിയ ഉള്ളിയാണിത്, ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതാണ്. എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല, കാരണം നമുക്കിത് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പനീർ എന്ന് പറഞ്ഞാൽ ചിക്കനൊന്നും കഴിക്കാത്ത വെജിറ്റേറിയൻസിന് നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് പനീർ. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാനായി കുറച്ച് ഉപ്പും കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം, അതാണ് ഇതിൻ്റെ പാകം. അപ്പം നമ്മളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് 2 മീഡിയം സൈസ് തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഡിഷാണ് പനീർ ഉണ്ടെങ്കിൽ. ഒരുപാട് ചേരുവകളൊന്നുമില്ല, കുറച്ച് പൊടികൾ മാത്രമേ നമ്മളിനി ആഡ് ചെയ്യുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഇനി ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ അരയ്ക്കുന്ന കൂട്ടിലേക്ക് ചേർക്കാനായിട്ട് അണ്ടിപ്പരിപ്പാണ്. ഇതിപ്പോൾ ഒരു 10 അണ്ടിപ്പരിപ്പുണ്ട്. ഒന്ന് തിളപ്പിക്കാനായി വെക്കുകയാണിപ്പോൾ. ഇതിപ്പോൾ ഒരു 10 അണ്ടിപ്പരിപ്പ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഗ്രേവിയുടെ കൂടെ കൂട്ടി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സെയിം കടായിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ബട്ടർ എൻ്റെ കയ്യിലില്ലായിരുന്നു, അപ്പോൾ ഞാൻ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു കഷ്ണം പട്ടയും 4-5 ഏലക്കായും പിന്നെ ഒരു 3-4 ഗ്രാമ്പുമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് തരിതരിപ്പായി കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ അരച്ച് വെച്ച മിക്സും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അണ്ടിപ്പരിപ്പും കൂടി കൂട്ടി അരച്ചതാണ്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഇപ്പോൾ ഞാൻ ചേർക്കുന്നുണ്ട്. ഗ്രേവി ഒന്ന് ലൂസായി കിട്ടാനായിട്ടാണ്. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളുടെ എല്ലാ ചേരുവകളും നേരത്തെ നന്നായിട്ട് വഴറ്റിയെടുത്തതാണ്, അപ്പോൾ ഒരുപാട് സമയം ഇനി വെക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ആ ഗരം മസാലപ്പൊടി മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായി നമ്മൾ ഇതിലേക്ക് പനീറാണ് ആഡ് ചെയ്യുക. പനീർ വേണമെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് നമ്മൾ ഓയിലൊന്ന് സോർട്ട് ചെയ്ത് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ നേരിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഒരുപാട് ഓയിലി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പനീർ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു തള വരാൻ നേരം നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഞാൻ കഴുകിയിട്ടാണ് ആഡ് ചെയ്തത്. ഇത് ഏകദേശം ഒരു 2 ടീസ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു സ്വീറ്റ് ആയിരിക്കുമല്ലോ പനീറിൻ്റെ ഡിഷ്. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ചൊരു മധുരം കൂടി ഉണ്ടാവും. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. എല്ലാ ഗ്രേവിയും പനീറിലേക്കൊക്കെ മിക്സായി നല്ലൊരു മണം വരുന്നുണ്ട്. കുറച്ച് മല്ലിയില കൂടി തൂവിയിട്ട് നമുക്കിത് അലങ്കരിക്കാം.
അതിനുശേഷം ഇത് ഫ്രഷ് ക്രീമാണ്, ഓപ്ഷണലാണ്. ഭയങ്കരമായി കലോറിയസ് ആയിട്ടൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. അതുകൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഡിഷ് ഇപ്പോൾ ഏകദേശം റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുറച്ച് പനീറും മല്ലിയിലയും കൂടി തൂവി ഞാനിത് അലങ്കരിച്ചിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.